ഗൈസ് നമസ്കാരം. കുറേ നാൾക്ക് ശേഷം എന്ന് വെച്ചാൽ ബി അപ്ഡേറ്റ് ഈ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ ചെയ്തിരുന്നു, ഇപ്പോൾ ചെയ്യൽ കുറവാണ്. പക്ഷെ ചെയ്യണം എന്ന് തോന്നി. കാരണം എന്ന് വെച്ചാൽ അസാധ്യ എപ്പിസോഡായിരുന്നു, ഒന്നും പറയാനില്ല. ലൈക്ക് അൽഫാം അല്ല, ഫ്രൈഡ് ചിക്കൻ അല്ല, മന്തി അല്ല, ആ ഒരു അവസ്ഥയിലേക്ക് കുക്ക്ഡായിട്ടുള്ളൊരു ഡിഷായി മാറി ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ലക്ഷ്മി ലാലേട്ടൻ വേറെ 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 ലെവൽ എന്ന് തന്നെ പറയാം. ആൻഡ് നമ്മളെല്ലാവരും വിചാരിച്ച പോലെ തന്നെ അവിടെയുള്ള ആർക്കും ഈ ഒരു പ്രസ്താവന കത്തിയിട്ടുണ്ടായിരുന്നില്ല. ഓഫ് കോഴ്സ് ആദിലയ്ക്കും നൂറയ്ക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അവരെല്ലാവരും ഒരു ഹരിബറി ടാസ്കിൻ്റെ ഒരു 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 വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അക്ബറിനോട് സംസാരിച്ചപ്പോൾ അക്ബറിനും ഈ സാധനം കത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ലാലേട്ടൻ വന്നിട്ട് ആ വീഡിയോ കാണിച്ചപ്പോഴാണ്, അതായത് അവർക്ക് മനസ്സിലായി, ഇവർക്ക് ഈ സംഭവം മനസ്സിലായിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അത് റീടെലികാസ്റ്റ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഫയർ ചെയ്തത്. ലക്ഷ്മിക്ക് യാതൊരു വിധത്തിലുള്ള ഭാവവ്യത്യാസമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ എന്താണ് തെറ്റ്, ഞാൻ എൻ്റെ പെർസെപ്ഷനാണ് പറഞ്ഞതെന്നുള്ള രീതിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമായിരുന്നു. മസ്താനി പിന്നെയും ഇടയ്ക്കിടയ്ക്കൊക്കെ അരി വറുക്കുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ മസ്താനിക്ക് പേടി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇവരവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല? നമ്മളെല്ലാവരെയും പോലെ തന്നെ ഒരു ഹ്യൂമൻ ബീനാണ് ആദിലും നോറ എന്ന് പറയുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ. അവർ വിപ്രോയിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് അവരുടേതായ ഡിഗ്നിറ്റി ഉണ്ട്, അവരുടേതായ സംഭവങ്ങളുണ്ട്. ഈ പ്രണയം തുടങ്ങിയിരിക്കുന്നതും സൗദിയിൽ നിന്ന് ഇവിടം വരെയുള്ള അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്ട്രഗിൾസിൻ്റെയും ജേർണിയും കാര്യങ്ങളൊക്കെ വലുത് തന്നെയാണ്. അതിനെ പറ്റിയിട്ടൊന്നും വലിയ ഗ്രാഹ്യമില്ല എന്ന് തോന്നുന്നു നമ്മുടെ UK ലക്ഷ്മിക്ക്, വേദി ലക്ഷ്മിക്ക്. വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവർ ഈ കാര്യത്തെപ്പറ്റി ചോദിക്കുമ്പോൾ ആദ്യം ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കുന്ന പറഞ്ഞാൽ മതി. ലാലേട്ടൻ കുറേ പ്രാവശ്യം ചോദിച്ചു, നിങ്ങൾ ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് വെച്ചപ്പോൾ ആളുടെ വായിന്ന് വീഴുന്നുണ്ടായിരുന്നില്ല. കാരണം എനിക്കിത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഭയങ്കര സ്റ്റബനായിട്ട് പറഞ്ഞ ലക്ഷ്മിക്ക് എന്തുകൊണ്ട് ആദിലയുടെയും നൂറയുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല. അതായത് ലൈക്ക് താടിയുള്ളപ്പനെ കാണുമ്പോൾ പേടി തോന്നുന്നു പറയുന്ന ഒരു പ്രോവർബ് ഉണ്ട്. സോ അതിൽ തന്നെ ലക്ഷ്മി ഏകദേശം പതറിയായിരുന്നു. ഓക്കെ, സോറി ഇന്നലെ പറഞ്ഞ് നടന്നെങ്കിലും അതൊന്നും വർക്കൗട്ട് ആയില്ല. പക്ഷേ ആളിപ്പോഴും പറയുന്നത് എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. താൻ നോർമലൈസ് ചെയ്യില്ലെങ്കിൽ നോർമലൈസ് ചെയ്യേണ്ട, അത് വേറെ ആരെയും ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഈ കേരളം ഒട്ടാകെ അല്ലെങ്കിൽ അവരെ എതിർക്കുന്ന കുറച്ച് ആളുകളുണ്ട്. പക്ഷെ എന്നാൽ പോലും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഷോയിൽ അവരെത്തി. ഇത്രയും ലെജൻഡായിട്ടുള്ള ലാലേട്ടൻ തന്നെ പറയുന്നു അവരെ എൻ്റെ വീട്ടിൽ കയറ്റാൻ, അല്ലെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ്. അവിടെ എല്ലാവരും സ്പോർട്ടിൽ തന്നെ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കണ്ടസ്റ്റന്റിനെ ലാലേട്ടൻ്റെ മുന്നിൽ പോലും എടുത്തിട്ട് അടിച്ച് താഴെ ഇടുന്നത്. ലക്ഷ്മിയുടെ വീട്ടിലോട്ട് കയറ്റില്ല എന്നുള്ള വർത്താനം വരെ പറഞ്ഞപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ആരാ, നിന്റെ പുറകെ ആര് വരാനാ, നിന്റെ വീട്ടിലോട്ട് ആരാ കയറി വരാൻ പോകണമെന്നുള്ളത്. എന്തായാലും നല്ല രീതിയിലുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൊരു എപ്പിസോഡ് തന്നെയായിരുന്നു. പക്ഷേ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറങ്ങി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ മസ്താനി ഒന്ന് പേടിച്ചു. പക്ഷെ ലക്ഷ്മിയുടെ ഭാഗത്ത് ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. ബട്ട് ഫ്രം മൈ പെർസെപ്ഷൻ എനിക്ക് ലാലേട്ടൻ്റെ ഭാഗത്തു നിന്ന് 2 സെൻറ്റൻസും കൂടി ഞാൻ എക്സ്പെക്ട് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചിന്താഗതി ഉള്ള ലക്ഷ്മിയെ ബിഗ് ബോസ് വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. സോ 2 ദിവസം, അതായത് ഒരു 48 hours ജയിലിൽ പോയി കിടക്കട്ടെ എന്നുള്ളൊരു പണിഷ്മെന്റ് കൊടുക്കണമായിരുന്നു എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പട്ടിയുടെ വാല് 12 കൊല്ലം വളച്ചാൽ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ അത് വളഞ്ഞാൽ ഇരിക്കത്തുള്ളൂ. സോ ലക്ഷ്മിയുടെ ഈ ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും ഒന്നും മാറാൻ പോകുന്നില്ല, ഈ ഒരു രീതി തന്നെയാണ് പോകുന്നത്. പക്ഷേ ലക്ഷ്മിയുടെ മോൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നാൽ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു വർത്താനം അനീഷ് ചോദിച്ചപ്പോൾ ലക്ഷ്മി സംസാരിച്ചു. അപ്പോൾ അതിന് പല വാക്കുകൾ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. നിലപാടില്ലായ്മ, മൾട്ടിപ്പിൾ ഡാഡ് പേഴ്സണാലിറ്റി, ക്യാരക്ടർ ഇല്ലായ്മ, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. കാരണം സൂക്ഷ്യം കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ വായന്ന് വന്നത് ഇത്രയും ഡാഡ്ലെസ് ആയിട്ടുള്ള വർത്താനാണ്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ബിഗ് ബോസിൽ ഈ ഒരു എപ്പിസോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.